അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് കാഷ്യൂ ക്യാരറ്റ് ബോം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഷുഗർ കാരാമലൈസ് ചെയ്യുകയാണ്. അതിന് ഹാഫ് കപ്പ്, അതായത് 125 ml കപ്പിനകത്ത് ഒരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിനകത്തിട്ട് നമ്മൾ ഷുഗറിനെ കാരാമലൈസ് ചെയ്തെടുക്കണം. ഒന്ന് ഷുഗർ മെൽട്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഹാഫ് കപ്പ് വെള്ളം ആഡ് ചെയ്ത് അതിനെ വീണ്ടും കലക്കി മിക്സ് ചെയ്ത് അതിനെ ഒരു സിറപ്പ് പരുവത്തിനാക്കി എടുക്കണം. അത് ബേണായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബേണായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരുന്നത്. ഇപ്പോൾ സിറപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വെക്കണം. ഇനി അടുത്തത് നമ്മുടെ കോൺ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഡോൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഒരു ടിന്നാണ്. നമ്മളതിനകത്ത് ഗ്രീസ് ചെയ്തിട്ട് എല്ലാ സൈഡിലും പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുക്കണം. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് നമ്മൾ 200 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് 2 കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി അതിനെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലോണം അടിച്ച് പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 കേക്കിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി നമുക്ക്. അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് നമ്മൾ പ്ലെയിൻ ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഞാനത് 1 കപ്പ്, അതായത് 250 ml ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ ചേർക്കുന്നത് സിനമൺ പൗഡറാണ്. അത് ഒരു ഹാഫ് ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ആഡ് ചെയ്യണം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം അതിനെ അരിച്ചൊരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് കട്ടകളൊന്നും ഇല്ലാതിരിക്കണം. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്തത് 2 മുട്ടയാണ് വേണ്ടത്. മുട്ട നല്ലോണം അടിച്ച് പതപ്പിച്ച് നല്ല ബീറ്റ് ചെയ്ത് എടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും അടിച്ച് പതപ്പിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. അത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നമ്മൾ ഐസ്ക്രീം എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ വരും അതിന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തൊരു ക്രീമി കൺസിസ്റ്റൻസി ആക്കണം. അതിനിടയ്ക്ക് നമ്മൾ ബ്രൗൺ ഷുഗർ, വീണ്ടും ഒരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് അതിനെ വീണ്ടും നല്ലോണം മുട്ടയുടെ കൂടെ നല്ലോണം അടിച്ച് പതപ്പിച്ച് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ നല്ലോണം ബീറ്റ് ചെയ്ത് അത് നല്ല ഒരുമാതിരി ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ക്രീമി കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മുടെ ബ്രൗൺ ഷുഗർ, നമ്മളൊരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ നമ്മൾ സിറപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കരാമലൈസ് ചെയ്ത്. അതുകൂടെ ചേർത്ത് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് വീണ്ടും അതിനെ നല്ലോണം ബീറ്റ് ചെയ്തതിനെ ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് ഡേറ്റ് സിറപ്പാണ്. അത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് ചേർക്കാം. അപ്പോൾ വീണ്ടും അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ ഒന്ന് മാറും. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലോണം അതിനെ മിക്സ് ചെയ്ത് നല്ലോണം വീണ്ടും അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാഫ് ഡേറ്റ്സ് ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ആദ്യത്തെ ഫസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഹാഫ് ഡേറ്റ്സ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അടുത്ത കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇനി ചേർക്കേണ്ടത് ഓയിലാണ്. ഓയിൽ നമ്മൾ ഹാഫ് കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 125 ml ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആരുമില്ല. എന്നാലും ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലോണം എല്ലാ സാധനങ്ങളും യോജിപ്പിക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് പയ്യെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അത് നേരത്തെ വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻറ്റുമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാം ഇൻഗ്രീഡിയൻസും അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ പൗഡർ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഫ്ലോർ നല്ലോണം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫ്ലോറുമായിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഒരു കുറച്ച് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ്. ആ ക്യാരറ്റ് അല്പം പ്ലെയിൻ ഫ്ലോറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ക്യാരറ്റിൻ്റെ കൂടെ ആ ഫ്ലോറിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാറ്ററിനകത്തിട്ട് നമ്മൾ ഒന്നുകൂടെ അതിനെ എല്ലാം കലക്കി റെഡിയാക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലോർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ നമ്മുടെ നേരത്തെ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിനകത്തോട്ട് പയ്യെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ആ കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ക്യൂർ വെച്ചിട്ട് എല്ലാം തലങ്ങും വിലങ്ങും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവനകത്തോട്ട് വെക്കണം. ഓവൻ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 160 to 170 ഡിഗ്രി സെൽഷ്യസിനകത്ത് വെച്ച് അതിനെ ബേക്ക് ചെയ്തെടുത്തതാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരേപോലത്തെ 2 കേക്കുകളാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന 2 കേക്കുകൾ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ചീകി കളഞ്ഞ് അതിനെ ഷേപ്പാക്കി എടുക്കണം. നമ്മൾ ബോം കേക്കല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു ടൂത്തൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു കത്തിയാണെങ്കിൽ, നൈഫാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ സൈഡെല്ലാം കളയാൻ പറ്റും. മറ്റേതെങ്കിലും കത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ കേക്ക് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഇത് നോക്കിയാൽ ഞാനിങ്ങനെ ഇത് പൊളിച്ചിടുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരും വന്ന് അതെടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡെല്ലാം നല്ലോണം ചീകി വൃത്തിയാക്കി ഇപ്പോൾ നല്ല ഷേപ്പിൽ ബോംബിൻ്റെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫോണ്ടൻ്റാണ്. നമുക്ക് ഇതിനെ കവർ ചെയ്യാനായിട്ട് അതിന് ബ്ലാക്ക് ഫോണ്ടൻ്റാണ് ഞാൻ മേടിച്ചത്. അതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഫോണ്ടൻ്റാണെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്ന ബ്ലാക്ക് ഫോണ്ടൻറ്റിനെ ഞാനത് നല്ലോണം പരത്തിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ല, അതുപോലെ നല്ലോണം പരത്തി തിൻ ലെയറാക്കി എടുക്കണം. തറ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസിങ് ഷുഗർ താഴെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്താണെങ്കിൽ അത് താഴെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കണ്ട് ഇതുപോലെ നല്ലോണം ചപ്പാത്തിക്ക് നമ്മൾ എങ്ങനെ പരത്തുന്നോ അതുപോലെ തിൻ ലെയറായിട്ട് നല്ലോണം പരത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ പരത്തി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ഉണ്ടല്ലോ, നമ്മൾ 2 കേക്കല്ലേ വെച്ചിരിക്കുന്നത്, ആ ഷീറ്റ് എടുത്ത് നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഹാഫ് കവർ ചെയ്യും. ആ ഹാഫ് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിം തന്നെ ഇതുപോലെ വേറൊരു ഷീറ്റും കൂടെ എടുത്ത് ഇതുപോലെ ഷീറ്റാക്കിയതിന് ശേഷം അടുത്ത ഹാഫും കവർ ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഷീറ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യാൻ പോവാണ്. ഉണ്ട് ഇപ്പം നല്ലോണം പരന്നിട്ടുണ്ട്. നല്ലോണം പരന്ന് നമുക്ക് അത് നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട് തിൻ ലെയറായിട്ട് നമുക്ക് പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അതിൻ്റെ ഹാഫ് പാർട്ട് കവർ ചെയ്യാനായിട്ട്. കേട്ടോ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി പോലെ ഇങ്ങനെ പരന്ന് വന്നിട്ടില്ലേ. ഇനി അതിൻ്റെ ഹാഫ് പാർട്ടിൽ ആദ്യത്തെ ഹാഫിൽ ഞാനത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ആ ഹാഫ് പാർട്ടിൽ നല്ലോണം നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേണമെങ്കിൽ സിസേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും അതിനേക്കാളും ബെറ്റർ നമ്മൾ ഈ നൈഫ് യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിന് ടൂത്തുള്ള നൈഫ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഹാഫ് പാർട്ട് എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഗം പേസ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഗം പൗഡർ എന്ന് പറഞ്ഞിട്ട് മേടിക്കാനായിട്ട് കിട്ടും ബേക്കിംഗ് ഷോപ്പിൽ. അത് മേടിച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ, അതാണ് ഗം പേസ്റ്റ്. അത് കുറച്ച് പൊടി ഇട്ടിട്ട് ഒരു 5-6 ഡ്രോപ്സ് വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മതി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റ് നമുക്ക് അതിൻ്റെ ഈ നമ്മളിപ്പോൾ പരത്തി വെച്ചിരിക്കുന്ന അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രഷ് വെച്ചിട്ട് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്ത ഒരു ഷീറ്റ് ഒരല്പം മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഗം പേസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെയ്യിച്ച് കൊടുത്തിട്ട് നമ്മളതിനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് അതിനകത്ത് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഹാഫ് പാർട്ട് നമ്മൾ നല്ലോണം കവർ ചെയ്ത് അതിനെ പേസ്റ്റ് ചെയ്ത് സിസേഴ്സൊക്കെ വെച്ചൊന്ന് ഷേപ്പാക്കി എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ഷീറ്റും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഹാഫും കൂടെ കവർ ചെയ്യണം ഇതുപോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ അതിനെ ഗം പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. 2 സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഐസിങ് ഷുഗർ എടുത്തിട്ട് നല്ലോണം അത് ഫുൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഒന്ന് ഫോണ്ടൻ്റ് സ്മൂത്തർ വെച്ചിട്ട് നമ്മൾ ഈ ആശാരിമാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സാധനം കേട്ടോ. ഫോണ്ടൻ്റ് സ്മൂത്തർ വെച്ചിട്ട് നല്ലോണം സ്മൂത്താക്കി അതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ഐസി ഷുഗറൊക്കെ പൗഡറൊക്കെ അതിൻ്റെ മുകളിൽ വെതറിയിട്ട് നമ്മൾ ഈ ഫോണ്ടൻ്റ് സ്മൂത്തർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടും. ഇനി ഇത് അടുത്തത് അതിൻ്റെ ടോപ്പിങ് നമുക്ക് ബോംബിൻ്റെ ടോപ്പ് വേണമല്ലോ. ടോപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു അടപ്പെടുത്തു കേട്ടോ. ആ അടപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫോണ്ടൻ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അടപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒരു കട്ട കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ടോപ്പറായിട്ട് വെച്ച് കൊടുത്തേക്കുന്നത്.
ഇനി നമ്മൾ ആ ഗം പേസ്റ്റ് വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ആ ടോപ്പറിനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഗം പേസ്റ്റൊക്കെ അതിൻ്റെ അടിയിൽ തേച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ അതിൻ്റെ ടോപ്പറും ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളയണം കേട്ടോ. ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പൗഡർ ഒന്നുകൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളയണം. സാധാരണ ഈ ബോംബ് കേക്കിനെ പറ്റി ഞാൻ ഓർത്തപ്പോഴേ ഇത് ബോംബ് കേസ് സാധാരണ ഞാൻ കണ്ടേക്കുന്നത് ബോംബ് കേസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോക്സൊക്കെ മേടിച്ചിട്ട് അതിനകത്തേക്ക് എല്ലാവരും കേക്ക് ഇറക്കി വെക്കുന്ന കണ്ടത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഒരു ബോംബ് കേക്കിൻ്റെ കേസും നമുക്ക് തന്നെ ഉണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെയാണ് ഈ ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ ഈ കേസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ട അതിൻ്റെ പൊടിയെല്ലാം ഒന്ന് തൂത്ത് കളയുകയാണ്. അതിൻ്റെ പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇനി അതിനെ ഒരു ചെറിയ മിനുക്കോണികൾ കൂടെയൊക്കെ ചെയ്യാനുണ്ട്. കാരണം ബോംബിൻ്റെ ആ കളറൊക്കെ വരണമല്ലോ. ഇത് ഒരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് ജെൽ കളർ മേടിച്ചിട്ട് ആ ബ്ലാക്ക് ജെൽ കളറും ഗം പേസ്റ്റും കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്തു. നേരത്തെ നമ്മൾ ഗം പേസ്റ്റ് കുറച്ച് ഡ്രോപ്സ് വെള്ളം ചേർത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തേക്ക് ഞാൻ കുറച്ച് ജെൽ കളർ, അതായത് ബ്ലാക്ക് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ലോണം പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. ആ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോംബ് കേക്ക് നമ്മുടെ ഇപ്പോൾ റെഡിയാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഞാനിപ്പം നന്നായിട്ട് ആ ബ്ലാക്ക് പെയിൻറ്റ് അങ്ങ് അടിച്ചു കൊടുക്കുവാണേ. ഇനി നമ്മൾ ഒരു മെഴുകുതിരി, നമുക്കതിൻ്റെ ബോംബ് പൊട്ടിക്കണമെങ്കിൽ ഒരു തിരിയും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഒരു മെഴുകുതിരി എടുത്തിട്ട് അതിനെ ഒരു ചെറിയ മെഴുകുതിരി ക്യാൻഡിൽ എടുത്തിട്ട് ഞാനതിനെ കട്ട് ചെയ്തിട്ട് ഒരു സ്മോൾ പീസ് എടുത്ത് അതിൻ്റെ ടോപ്പിൽ അതിൻ്റെ മിഡിലിൽ തന്നെ വെച്ച് കൊടുത്തേക്കുവാണ്. ഇപ്പോൾ അതിനുള്ള തിരിയും ആയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ഭാഗവും പെയിൻ്റ് അടിച്ച് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു ബോംബിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുത്താണ് ആ ബോംബിൻ്റെ ഷേപ്പെല്ലാം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ലൈൻസൊക്കെ കൂടെ വരച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ ബോംബ് കേക്ക് ഇവിടെ സർപ്രൈസിനായിട്ട് റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ന്യൂ ഇയർ സർപ്രൈസ് ബോംബ് കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. Sorry.